അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ തിരുവനന്തപുരം റീജിയന്റെയും മലബാർ റീജിയന്റെയും പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ എല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം എളുപ്പമായിരുന്നു. തിരുവനന്തപുരം റീജിയനിൽ നല്ല എളുപ്പമായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തി. അതുപോലെ മലബാർ റീജിയനിൽ കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യങ്ങളാണ് വന്നതെന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ പറയുകയുണ്ടായി. അപ്പോൾ നമ്മളതിൻ്റെ റാങ്ക് ഫയലൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ JKR അക്കാഡമി വഴി. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ റാങ്ക് ഫയൽ തയ്യാറാക്കി കൊടുത്ത വഴി എല്ലാവർക്കും പ്രയോജനപ്പെട്ടു. ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ച് പറയുകയുണ്ടായി. ഒത്തിരിയധികം ചോദ്യങ്ങൾ വരികയും ഒക്കെ ചെയ്തു എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിലെല്ലാം തന്നെ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഉയർന്ന റാങ്ക് ലഭിക്കാനും അതുപോലെ തന്നെ ഉന്നത ജോലിയിലേക്ക് എത്തിച്ചേരാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 പരീക്ഷ കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞിരുന്നു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് അതിനൊരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിച്ച ഒരു സാഹചര്യത്തിലാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്, നിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയുണ്ടാവും, ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു തസ്തികയാണ് പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ധാരാളം ഒഴിവുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. തിരുവനന്തപുരം റീജിയനിലാണെങ്കിൽ 93ഓളം ഒഴിവുകളും മലബാർ റീജിയനിലാണെങ്കിൽ 47ഓളം ഒഴിവുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ജോലി ലഭിക്കാവുന്ന സാഹചര്യത്തിലുള്ള ധാരാളം ഒഴിവുകൾ തന്നെ ഇനിയും ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിലൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 120 ദിവസത്തിനുള്ളിൽ തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഇപ്പോൾ ഇലക്ഷനൊക്കെ ഡിക്ലെയർ ചെയ്ത സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടി നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നെങ്കിലും നടപടികളൊക്കെ തന്നെ അധികം താമസമില്ലാതെ തന്നെ പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരുവിധ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ധാരാളം ഉദ്യോഗാർത്ഥികൾ ഒത്തിരിയേറെ നെഗറ്റീവ് മാർക്കുകൾ വരുത്തിയ ഒരു സാഹചര്യം ഈ എക്സാമിൽ നമുക്ക് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അവരുടെ അഭിപ്രായം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവെ പരീക്ഷ വളരെ എളുപ്പമായിരുന്നുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നതിനെ കുറിച്ച് കൃത്യമായൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. കാരണം എത്ര പേരുടെ ലിസ്റ്റാണ് ഇവർ മിൽമ ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന് ആനുപാതികമായിട്ട് കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വരും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ 85-90 മാർക്കുകളൊക്കെ സ്കോർ ചെയ്ത ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിലയിരുത്തുന്ന അവസരത്തിൽ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. കാരണം പരീക്ഷ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും എഴുതാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ നെഗറ്റീവ് മാർക്കുകളും വന്ന കുട്ടികൾ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് മാർക്കിനെ സംബന്ധിച്ച് വരുന്ന സാഹചര്യത്തിൽ അത് എത്ര എണ്ണം ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു കാൽക്കുലേഷനിൽ എത്തിച്ചേരാൻ പലർക്കും സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളെ സംബന്ധിച്ചും ചില കൺഫ്യൂഷനുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ നിഗമനത്തിൽ എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ തന്നെ അതിനു വേണ്ടിയിട്ട് തയ്യാറാകാതെ ഇരുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമത്തോടു കൂടി തന്നെ എനിക്ക് പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റിനെ സംബന്ധിച്ച് അധികം താമസിക്കാതെ തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. സാധാരണഗതിയിൽ ഏകദേശം ഒരു 120 ദിവസത്തോളമൊക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള കാലാവധി എടുക്കാറുണ്ട്. ആ ഒരു പരമാവധി കാലാവധിക്കുള്ളിൽ തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് എത്താനും
അതുപോലെ തന്നെ ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും ജോലിയൊക്കെ കിട്ടി നമ്മുടെ ക്ലാസ്സൊക്കെ നമ്മുടെ അക്കാഡമിയിലുള്ള ക്ലാസ്സുകളൊക്കെ കണ്ട് കൃത്യമായിട്ട് ജോലിയൊക്കെ ലഭിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനായ എന്നെ വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലി കിട്ടിയെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.